സോ നമ്മുടെ ടെഡി ബിയർ അകത്ത് കയറി. നിങ്ങൾ ടെഡി ബിയർ ഫാനാണോ? നിങ്ങൾക്ക് ടെഡി ബിയർ ഉണ്ടോ? എനിക്ക് ടെഡി ബിയർ ഉണ്ട് കേട്ടോ. എനിക്ക് ബിഗ് വൺ ഉണ്ട്. അതിവിടെ വെള്ളം കയറുമ്പോൾ നാശാവാതിരിക്കാൻ വേണ്ടി മേലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കുഞ്ഞുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റി മാറ്റി വെച്ചേക്കാം. എനിക്ക് ഹ്യൂജ് കളക്ഷൻ ഓഫ് ഡോൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ടെഡി ബിയർ ഉണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ആദ്യമൊന്നും ടെഡി ബിയറിന് നമ്മുടെ ജാസ്മിൻ വലിയ നോട്ടം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ടെഡി ബിയറിന് ഉമ്മ വയ്ക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. ലൈക്ക് അഫ്സൽ കൊടുത്ത ടെഡി ബിയറാണ് ഇത്. അഫ്സൽ കൊടുത്ത ടെഡി ബിയറാണെന്ന് മനസ്സിലാക്കിയിട്ടാണോ എന്തോ ടെഡി ബിയറിനോടുള്ള സ്നേഹം കൊണ്ടാണോ എന്ത് തേങ്ങയെന്ന് എനിക്ക് പാടില്ല. എന്തായാലും ടെഡി ബിയറായിട്ട് ആൾ സെറ്റായി. ബിഗ് ബോസ് സീസൺ 6 ജാസ്മിൻ്റെ ട്രാവലിനെ പറ്റിയിട്ട് ഒന്നിങ്ങനെ പറഞ്ഞിട്ടിങ്ങനെ പോവാം. അതായത് ബ്യൂട്ടി ബ്ലോഗർ ആയിരുന്നു ആൾ. ഭയങ്കര ബോൾഡാണ്, സ്ട്രോങ് ആണെന്ന് പറഞ്ഞ് ബിഗ് ബോസിൽ കയറുന്നു. ബിഗ് ബോസിൽ കയറിയതിന് ശേഷം നമ്മുടെ ഗബ്രിയായിട്ട് കണക്റ്റ് ആവുന്നു. ഓൾറെഡി പുറത്ത് കമ്മിറ്റഡ് ആയ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ജാസ്മിൻ അകത്ത് കയറിയിട്ട് ഗബ്രിയായിട്ട് ഒരു ട്രാക്ക് ആവുന്നു. ഫ്രണ്ട് ആയിക്കോട്ടെ, ലവർ ആയിക്കോട്ടെ, എന്ത് തെങ്ങയാണെങ്കിൽ ആയിക്കോട്ടെ, ക്ലാരിറ്റി ഇല്ലായ്മയാണ് ക്ലാരിറ്റി എന്നുള്ള ഒരു റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് കൊടുത്ത ഇതുവരെയുള്ള കോംപ്ലിക്കേറ്റഡും ഓപ്പണും ലിവിങ് ടുഗദറും പിന്നെ ഇൻ ലവ് ആണ്. ഇപ്പോൾ ക്ലാരിറ്റി ഇല്ലായ്മയാണ് ക്ലാരിറ്റി എന്നുള്ളൊരു സ്റ്റാറ്റസും കൂടി ഇപ്പോൾ ലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ സെറ്റാവുന്നു. അങ്ങനെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നു. പിന്നെ അതിൻ്റെ പേരിൽ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നു. വാപ്പ വിളിക്കുന്നു, അതിൻ്റെ പുറകെ കൂടി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുന്നു. അവരെല്ലാവരും ഒറ്റപ്പെടുത്തുന്നു. എന്നാൽ ഇവർ നെഞ്ചോട് നെഞ്ച് ഒരുമിച്ച് ചേർന്ന് നിന്ന് കളിക്കുന്നു. അങ്ങനെ ഗബ്രി പുറത്താകുന്നു. ഗബ്രി പുറത്തായതിനു ശേഷം പിന്നെ ആകെ ഡൗൺ ആവുന്നു. പിന്നെ ഗെയിം കയറി വന്ന് കളിക്കുന്നു. പിന്നെ ഗബ്രിയുടെ ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് സംസാരിച്ച് ഗെയിം കളിക്കുന്നു. അങ്ങനെ ഗബ്രി ഔട്ടായതിനു ശേഷം ഈ ഫോട്ടോ നോക്കി കളിച്ച് കയറി വരുന്ന ജാസ്മിൻ്റെ അടുത്തേക്ക് ആര് വരുന്നു? പാരൻസ് വരുന്നു. പാരൻസ് വന്നതിന് ശേഷം മാല എടുത്ത് മാറ്റുന്നു, ഫോട്ടോ എടുത്ത് മാറ്റുന്നു, ടെഡി ബിയർ വരുന്നു. ഈ ടെഡി ബിയറിന് ഇനി ഫോട്ടോയും പോയി മാലയും പോയി, എന്നാൽ പിന്നെ ടെഡി ബിയറിനെ ഗബ്രിയായിട്ട് ട്രീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇനി ടെഡി ബിയറിനോട് ഗബ്രി എന്നുള്ള രീതിയിൽ സംസാരിക്കുമോ, അതോ അഫ്സൽ എന്നതാണ് എന്നുള്ള രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുമോ? അഫ്സൽ എന്നാന്ന് ജാസ്മിൻ അറിയുമോ എന്ന് എനിക്കറിയത്തില്ല, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ ട്രീറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ പാരൻസ് തന്നതിനായിട്ട് ട്രീറ്റ് ചെയ്യുമോ, ഒന്നും അറിയാൻ പാടില്ല. എന്തായാലും പുറത്തിറങ്ങി കഴിയുമ്പോൾ ടെഡി ബിയർ തന്ന ആളുടെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാനുള്ള അവസ്ഥ എന്നുള്ളൊരു പരമാർത്ഥം ആ കുട്ടി മനസ്സിലാക്കുകയുമാണ്. അപ്പോൾ അതിൻ്റെ ഇനി പുറകെ പോയി കൺവിൻസിങ് കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാം. എന്തായാലും ഇപ്പോൾ ടെഡി ബിയർ അവിടെ സെറ്റായിട്ടുണ്ട്. പോകെ കാണാം ഇനി ടെഡി ബിയറിന് ഗബ്രിയൊന്നും വിളിക്കുമെന്നോ അതോ ടെഡി ബിയറിന് ഒരു പേരിട്ടിട്ട് വേറെ രീതിക്ക് പോകുമെന്നോ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ മാറ്റി പിടിക്കുന്ന അറിയാൻ പാടാത്തൊരവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് സീസൺ 6 ജാസ്മിൻ എന്ന കണ്ടസ്റ്റൻറ്റ്.